കെട്ടിടമാണ്. ഇപ്പോൾ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ഷഫീദ് റാവുത്തറാണ് ഈ വാർത്ത ആദ്യം പുറം ലോകത്തെ അറിയിച്ചത്. ഷഫീദ് ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഷഫീദ് അവിടെ എത്തി. ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാഴ്ച എന്താണ്? അത് സ്കൂൾ മുറിയല്ല അല്ലെങ്കിൽ ക്ലാസ് മുറിയല്ല എന്ന് പറയുമ്പോഴും അതിനോട് തൊട്ട് ചേർന്ന് എന്താണ് ഉള്ളത്, എന്താണ് മനസ്സിലായത്? നേരത്തെ അതായത് വി ശിവൻകുട്ടി അടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് സമഗ്ര ശിക്ഷാ അഭിയാന്റെ സെക്ഷൻ തന്നെയാണ്. അവിടെ ഉദ്യോഗസ്ഥരടക്കം പ്രവർത്തിക്കുന്ന സെക്ഷനാണ്. നമുക്ക് ബോർഡുകൾ കാണാം. അതിന്റെ ഡിസ്ട്രിക്ട് പ്രൊജക്ട് ഓഫീസറുടെ ഒരു പ്രധാനപ്പെട്ട ഓഫീസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ ക്ലറിക്കൽ സെക്ഷൻ പ്രവർത്തിക്കുന്നത് ഇതിനകത്ത് തന്നെയാണ്. മാത്രമല്ല അവരുടെ അടുത്ത സെക്ഷൻ, അവരുടെ MS സെക്ഷൻ എന്ന് പറയപ്പെടുന്ന ഒരു സെക്ഷൻ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ നമുക്ക് അവിടെ ലാപ്ടോപ്പ് അടക്കമുള്ള കമ്പ്യൂട്ടർ അടക്കമുള്ള ഉപകരണങ്ങൾ കാണാൻ സാധിക്കും. ഇതേ പാറ്റേണിൽ തന്നെ ക്ലാസ് മുറികളും ഇതിന് സമീപത്ത് അത് പുതിയ കെട്ടിടത്തിലും പഴയ കെട്ടിടത്തിലുമായി പ്രവർത്തിക്കുന്നുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ ഗൗരവമായി തന്നെ കാണേണ്ട ഒരു വിഷയമായി ഇത് മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് പ്രവേശനോത്സവം നടന്ന ദിവസമാണ്. ആ ദിവസം തന്നെ തിരുവനന്തപുരം നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്കൂള്, അട്ടകുളങ്ങര സെൻട്രൽ സ്കൂൾ എന്ന് പറയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു സ്കൂളിലാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇത് പ്രവർത്തിക്കുന്ന ഭാഗം തന്നെയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇരിപ്പിടമുണ്ട്, അതായത് ചെയറുണ്ട്, അതേപോലെ തന്നെ ഫോണുണ്ട്, മറ്റ് രജിസ്റ്റർ അടക്കമുള്ള കാര്യങ്ങൾ കാണാൻ കഴിയും. അത് ഏതെങ്കിലും തരത്തിൽ ഇത് ക്ലാസ് മുറിയല്ല എന്ന് പറഞ്ഞ് ഈ അപകടത്തിന്റെ ഇത് ലഘൂകരിക്കാൻ കഴിയുകയുമില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകൾ, ഫയർഫോഴ്സ് സേനാംഗങ്ങളടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കത് രണ്ടു ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അതായത് ഒരു ഭാഗത്ത് നമുക്കത് ഇതിന്റെ മേൽക്കൂര, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓടിട്ട മേൽക്കൂരയാണ്. അതിന്റെ ഓടടക്കമുള്ള കാര്യങ്ങൾ അത് സ്കൂളിന്റെ പരിസരത്ത് തന്നെ വരുന്ന കാര്യമല്ല ഏട്ടാ. തിരിച്ച് കഴിഞ്ഞ സമയത്ത് പറഞ്ഞു ഇത് സ്കൂളല്ല, ഇത് സമഗ്ര ശിക്ഷ കേരളം SSK. ചേട്ടനാരല്ല, ഞാൻ നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. സ്കൂൾ കെട്ടിടം അതാണ്. ഇത് വിറ്റ്നസ് നമുക്ക് അതിനേ ഉള്ളൂ. ഇത് ഓഫീസാണ്. ഫിറ്റ്നസ് ഇല്ലായിരുന്നു. അത് ഓഫീസാണ്. ഇത് ഫിറ്റ്നസ് ഉണ്ടായിരുന്നു. ഇല്ല, അത് ഓഫീസാണ്. ഇത് ഓഫീസാണ്. ഇത്തരം വളരെ പ്രധാനപ്പെട്ട സ്കൂൾ, ഞാൻ സ്കൂളിന്റെ ഭാഗം ഇത് അതായിരിക്കും ബോർഡ്. സ്കൂളിന്റെ ഭാഗം ശിക്ഷാ അഭിയാന്റെ അവരെ ഓഫീസാണ്. ജില്ലാ ഓഫീസ്, പ്രോജക്ട് ഓഫീസ് തിരുവനന്തപുരം. ആ സ്കൂളാവില്ല. സ്കൂളല്ല, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ സ്കൂളാവില്ല. ഇത് സ്കൂൾ, ഈ അട്ടകുളങ്ങര സെൻട്രൽ സ്കൂളിന്റെ കോമ്പൗണ്ടിന്റെ പരിധിയിൽ വരുന്ന കെട്ടിടം, പരിധിയിലുള്ള സ്കൂൾ. ഇത് സമഗ്ര കെട്ടിടം പ്രവർത്തിക്കാൻ സമഗ്ര ശിക്ഷ കേരളം തിരുവനന്തപുരം ജില്ലാ ഓഫീസാണ്. ഈ കെട്ടിടം പ്രവർത്തിക്കാൻ NOC ഉണ്ടായിരുന്നു? അല്ല, അത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള കെട്ടിടം തന്നെയല്ല. അത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സമഗ്ര ശിക്ഷ കേരളം. അത് ചേട്ടൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത് അല്ല സാർ, ഞാൻ ചോദിക്കുന്നത് ഈ കെട്ടിടം പ്രവർത്തിക്കാൻ അനുമതി DD ഓഫീസ് ഇപ്പൊ എന്തെങ്കിലും തകരാറ് വന്നാൽ അത് വിദ്യാലയം എങ്ങനെയാവും? ഈ കെട്ടിടം പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടായിരുന്നു? വിദ്യാലയം ആവൂലല്ലോ. ഈ കെട്ടിടം അല്ല സാർ, ഈ കെട്ടിടം പ്രവർത്തിക്കാൻ അനുമതി തെറ്റായി. ഈ സ്കൂൾ അല്ല, ഞങ്ങൾ ഇത് അന്വേഷിച്ചപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അടക്കം പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീനുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് സ്കൂളിന്റെ ഭാഗമാണ്, അവിടെ സർവ്വശിക്ഷാ അഭിയാന്റെ കെട്ടിടം പ്രവർത്തിക്കുകയായിരുന്നു. അത് നമ്മളും അതേ പറയുന്നുള്ളൂ. അവിടെ ഒറ്റ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ചേട്ടൻ നഗരസഭയുടെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തത്തിൽ പോസ്റ്റിരിക്കുന്ന ആളല്ലേ, ഇതിന് ഈ കെട്ടിടം പ്രവർത്തിക്കാൻ NOC ഉണ്ടായിരുന്നു? കെട്ടിടമല്ല, സമ്മതിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് ഈ കെട്ടിടം പ്രവർത്തിക്കാൻ NOC ഉണ്ടായിരുന്നു? അത് അവരാണ് സമഗ്ര ശിക്ഷ കേരളമാണ് വാങ്ങേണ്ടത്. അത് വിദ്യാഭ്യാസ വകുപ്പാണ് അതിന്റെ റിപ്പോർട്ട് ഇപ്പൊ തേടുമെന്ന് പറഞ്ഞത്. അത് അവർ എടുക്കട്ടെ. ഇതിപ്പോ നഗരസഭയുടെ വാങ്ങേണ്ടതാണ്. അത് അവർ ഇതിന് ഈ പറയുന്ന NOC കൊടുത്തിട്ടുണ്ട്. സ്കൂൾ കെട്ടിടത്തിന് NOC കൊടുക്കുന്നത് സ്കൂൾ പ്രവേശനോത്സവമായി എല്ലായിടത്തും കൊടുത്തു. നമ്മുടെ മേയർ അടക്കമുള്ള ആളുകൾ ഈ കഴിഞ്ഞ ദിവസവും പറഞ്ഞത് ഈ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ കെട്ടിടങ്ങൾ, അതല്ലെങ്കിൽ നിങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞ കാര്യമാണ്, നഗരസഭയുടെ കീഴിലുള്ള എല്ലാ കെട്ടിടങ്ങളും പ്രവർത്തിക്കാൻ NOC അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്ന. ഈ കെട്ടിടത്തിന് NOC ഉണ്ടോ എന്നുള്ളതാണ്. അല്ല, ഇത് സ്കൂൾ പ്രവർത്തിക്കുന്ന കെട്ടിടം അല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ നിങ്ങളുടെ നഗരസഭാ പരിധിയിൽ വരുന്ന ഒരു കെട്ടിടത്തിന് NOC കാര്യമുണ്ട്. വിറ്റ്നസ് കൊടുക്കുന്നത് സ്കൂൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് കൊടുക്കും. സ്കൂൾ കെട്ടിടം പൊളിക്കാൻ നിർത്തിക്കുന്നത് വിറ്റ്നസ് കൊടുക്കും. ഇത് പൊളിക്കാൻ നിർത്തിയിരിക്കുകയാണോ? അത് വിദ്യാലയം, ഇത് ഓഫീസാണല്ലോ, SSK ഓഫീസാണ്. ജീവനക്കാർ ജോലി എടുക്കുന്നതല്ലേ? അത് വിദ്യാലയത്തിനാണ് നമുക്ക് കൊടുക്കാൻ പറ്റും. കെട്ടിടത്തിന് നമുക്ക് നഗരസഭ ഓഫീസ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കും. കെട്ടിടത്തിന് നമ്മൾ അങ്ങനെ തന്നെ. കെട്ടിടത്തിന് സമഗ്ര ശിക്ഷ കേരളം. ഇത് വിറ്റ്നസ് വേണോ നഗരസഭയോട് ചോദിച്ചാൽ പരിശോധിച്ചിട്ട് കൊടുക്കേണ്ടതാണ് കൊടുക്കും. ചേട്ടൻ ഇപ്പം വളരെ പ്രധാനപ്പെട്ട നഗരസഭയുടെ പ്രധാനപ്പെട്ട പദവിയിൽ ഇരിക്കുന്ന ആളാണ്. അല്ല, ആ ഉത്തരവാദിത്തമാണ് ഞാൻ പറയുന്നത്. സമഗ്ര ശിക്ഷ കേരളം ഇത് വിറ്റ്നസ് വേണോ നഗരസഭയിൽ റിക്വസ്റ്റ് കൊടുത്താൽ അത് നമ്മൾ ഇന്ത്യൻ വിഭാഗം പരിശോധിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ പറഞ്ഞ ഒരു അപകടം കഴിഞ്ഞിട്ടല്ലോ പ്രിക്കോഷൻ എടുക്കുന്നത്. അങ്ങനെ പരിശോധന നിങ്ങൾ നടത്തിയിട്ടുണ്ട്? അങ്ങനെ അവർ കൊടുക്കട്ടെ, അവർ കൊടുത്താലേ ചെയ്യാൻ പറ്റൂ. ഈ കെട്ടിടം നിലവിൽ ഇപ്പൊ നിയമപരമായി പ്രവർത്തിക്കാൻ സ്കൂൾ വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്ന ആ കെട്ടിടങ്ങൾക്ക് വിറ്റ്നസ് കൊടുക്കേണ്ട ചുമതല നഗരസഭയ്ക്കാണ്.
അത് കൃത്യമായും പരിശോധിച്ചിട്ട് കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ ഞങ്ങൾ എഞ്ചിനീയർ വിഭാഗം കൊടുത്തിട്ടുണ്ട്. ഞാൻ ചേട്ടനോട് പിന്നെയും ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്. കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ല, ഞാൻ നിങ്ങളോട് അതിപ്പോ നിങ്ങൾ കൊടുക്കണ്ട. ഈ കെട്ടിടത്തിന് നിങ്ങൾ നഗരസഭയ്ക്ക് ഉത്തരവാദിത്തമില്ല. ഞങ്ങൾ ബിസിനസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ പറഞ്ഞേക്കൂ, ക്ലാസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾ. സ്കൂൾ എന്നുള്ള വിഷയം വിടാം. നഗരസഭാ പരിധിയിൽ വരുന്ന ഒരു കെട്ടിടം, അതിന് NOC അല്ലെങ്കിൽ ഒരു പരിശോധന നടത്തുന്ന ഉത്തരവാദിത്തം. നഗരസഭാ കെട്ടിട പരിധിയിൽ നിരവധി സ്കൂളുകളും ഓഫീസുകളും ഉണ്ട്. ഞങ്ങൾ സ്കൂളിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾ ഇരിക്കുന്ന സ്കൂൾ പ്രവേശനത്തോടനുബന്ധിച്ച് വിറ്റ്നസ് കൊടുക്കണം. അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പറ്റാത്തടത്ത് കൊടുക്കില്ല. ഓഫീസ് പ്രവർത്തിച്ചിരുന്നോ? ഓഫീസ് ഇന്നുണ്ട്. ഇന്നും ഉണ്ടായിരുന്നു. ജീവനക്കാരുണ്ടായിരുന്നെങ്കിൽ അപകടം ഉണ്ടാകുമായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ ഇത് തടയേണ്ട ഉത്തരവാദിത്തം നഗരസഭയ്ക്കും ഉണ്ടായിരുന്നില്ല. അല്ല, അത് വിറ്റ്നസ് വേണമെന്ന് ഇതിപ്പോ സമഗ്ര ശിക്ഷ കേരളം പൊതുവിദ്യാഭ്യാസ ഇതിൽ വരുന്നതാണ്. ഞങ്ങളെ നഗരസഭയുടെ അണ്ടറിൽ വരുന്നതല്ല. ഞങ്ങളുടെ കോമ്പൗണ്ടിലാണെങ്കിൽ. അതായത് ഇദ്ദേഹം പറയുന്നത് ഇതിന്റെ സാങ്കേതികമായ വശമാണ്. അതായത് ഇങ്ങനൊരു കെട്ടിടം ഇവിടെ പൊളിഞ്ഞു വീണു. ഈ പൊളിഞ്ഞു വീണത് പ്രവർത്തിച്ചത് സ്കൂൾ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥലമല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഇതിൽ അഭിപ്രായം. പക്ഷേ നമ്മൾ ഇതിലും പറയുന്നു, ഇവിടെ ജീവനക്കാർ ഇന്ന് രാവിലെയും സ്റ്റാഫ് ഇരിക്കുന്ന ഇടമല്ലേ എന്നുള്ളതല്ലേ ചോദ്യം ഷഫീദ്. അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അതിന് ഉത്തരവാദിത്വം ആർക്കാണ്? അതിന് ഉത്തരം പറയേണ്ടത് ആരാണ്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.